വെൽക്കം ടു നിസാസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ ഐറ്റം വെജിറ്റബിൾ എഗ് നൂഡിൽസ് ആണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 മുട്ട, ക്യാരറ്റ് ഒരു മീഡിയം സൈസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു 5 ബീൻസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഞാനിപ്പോൾ നൂഡിൽസിനെ ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയണം. കാരണം പ്ലാസ്റ്റിക് കണ്ടൻ്റ് ഉണ്ട്, അത് ആരോഗ്യത്തിന് നൂഡിൽസ് ഹാനികരമാണെന്ന് പൊതുവെ പറയുന്നുള്ളതുകൊണ്ട് ഞാനിതൊന്ന് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ ആ ഒരു കൊഴുപ്പുള്ള ആ ഒരു ദ്രാവകം അത് ഊറ്റിക്കളഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇപ്പം വെള്ളം ഊറ്റിക്കളയാം. ചെറുതായിട്ട് അരിഞ്ഞ ബീൻസും ക്യാരറ്റും കൂടെ ഞാൻ നെകക്കെ വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തീരെ കുറച്ച് മതി. നൂഡിൽസിനകത്ത് ഓൾറെഡി അതിൻ്റെ മസാലയിൽ ഉപ്പ് കാണും. തീരെ കുറച്ച് മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം എണ്ണ വേണ്ട, ജസ്റ്റ് അല്പം മതി. മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വീണ്ടും പാൻ അടുപ്പി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ചിക്കി പൊരിച്ചെടുക്കാം. മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ഒരു നുള്ള് ചേർത്താൽ മതി, കൂടുതലാവരുത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളായി പോകും. നല്ല ചെറിയ തരിതരികളായിട്ട് കിട്ടാനായിട്ട് തുടക്കം മുതലേ നന്നായിട്ട് മിക്സ്. നമ്മൾ നേരത്തെ വേവിച്ച് വെള്ളം ഊറ്റി വെച്ചിരുന്ന നമ്മുടെ നൂഡിൽസിനെ ഞാൻ വീണ്ടും ഫ്രൈങ് പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ സാധാരണയായി ചേർക്കുന്നത് നൂഡിൽസിൻ്റെ പാക്കിൽ തന്നെ വരുന്ന മസാലയാണ്. അതിഷ്ടമില്ലാത്തവർക്ക് നമുക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ചിക്കൻ മസാലയോ വെജിറ്റബിൾ മസാലയോ ഇഷ്ടാനുസരണം ചേർക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകരുത്, കുഴഞ്ഞു പോകരുത്. അതുകൊണ്ടൊന്ന് സോഫ്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം ചൂട് പാടില്ല. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. കാരണം ഇതെല്ലാം ഓൾറെഡി കുക്ക്ഡാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തേച്ചാൽ മതി. ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ നൂഡിൽസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ നൂഡിൽസിനെ ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുട്ടികൾക്ക് പൊതുവേ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ ഇതിൻ്റെ നൂഡിൽസിൻ്റെ കൂടെ ആകുമ്പോൾ എന്തായാലും അവരത് കഴിച്ചോളും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്